നമ്മളിപ്പോഴും നമസ്കാരം അങ്ങയുടെ പേര് എൻ്റെ പേര് ശ്യാമെന്നാണ് സാർ. ശ്യാം മുരളി. അതെ. ഇവിടെ എവിടെയാ? ഇവിടെ പന്തളം. ഇവിടെ അടുത്ത് തന്നെ അടുത്താണ് അല്ലേ? അപ്പൊ അങ്ങ് ഈ റോഡിനെ കുറിച്ച് കുറെ ആൾക്കാർ പരാതി പറഞ്ഞു സാറേ. അതുകൊണ്ട് റോഡ് പ്രശ്നമുണ്ടോ? ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ KSRTC നമുക്കൊരു 10 ബോർഡ് ലഹരിക്കെതിരായിട്ടുള്ള 10 ബോർഡ് ഇവിടെ വെച്ചാൽ അവിടെ തന്നെ നമ്മൾ വെക്കാം. നമ്മൾ ഈ മറ്റേ ശാസ്താംകോട്ട കോളേജിന്റെ അടുത്ത് മുളങ്കാട് കണ്ടു. ആ മുളങ്കാടിനകത്തോട്ട് ആൾക്കാർ കയറുക ഇതുമായിട്ട്. അവിടെ ഒരു 100 ബോർഡ് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ ഒരു 10 ബോർഡ് നമ്മൾ വെക്കും. 10 ബോർഡ് വെക്കുമെന്നല്ല, നിങ്ങൾ ഈ ഷാഡോ പോലീസിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവരെ ഉണ്ട്. മാത്രമല്ല പിങ്ക് പോലീസിന്റെ സ്കൂൾ ടൈം കേന്ദ്രീകരിച്ചിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ ഫുൾ ടൈം ഇട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ റോഡ് നിങ്ങൾ ശുദ്ധീകരിക്കണം. കാരണം ഈ റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പരാതി പറഞ്ഞു. തീർച്ചയായും ഈ റോഡിന്റെ പ്രത്യേകത KSRTC വന്ന് ഇറങ്ങി പോകുന്ന ആളുകൾക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ അടുത്ത് വരാൻ വേണ്ടിയുള്ള സൗകര്യം. എനിക്കൊന്ന് ഇവര് അക്രമം ഏത് സമയത്ത്, രാത്രിയിലോ പകലോ, ഈ സ്കൂൾ സമയത്താണോ? അങ്ങനെ അക്രമ കേസായിട്ട് ഇവിടെ അക്രമം ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ ഒരു അറ്റാക്ക് അഗൈൻസ്റ്റ് ചിൽഡ്രൻ ആണല്ലോ. അവരെ കൊണ്ട് കൂടുതൽ സമയത്ത് ഇതുപോലുള്ള ഈ സിഗരറ്റ് വലിക്കാനുള്ള ഒരു സൗകര്യം എന്നുള്ളൊരു ഇതായതുകൊണ്ട് കൂളെന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടോ അവിടെ? കൂളെന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലേ? അത് ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ MDMA റീസെന്റ് പിടിച്ചിട്ടുണ്ട് സാർ. കഴിഞ്ഞ മാസം ഒരു 0.3 mm MDMA പിടിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങ് ആദ്യമായിട്ട് കുട്ടികൾക്ക് അങ്ങയുടെ ഭരണകാലത്ത് ഈ കുട്ടികളുടെ ഈ റോഡൊന്നും നേരെ ഒറ്റ ഒരു റോഡ് ഇറങ്ങരുത്. തീർച്ചയായിട്ടും. നമ്മുടെ കടക്കാരൻ സുരേഷ് ഒക്കെ പറയുന്നത് ഇവിടെ അപകടകാരികളുണ്ടെന്നാ. ഈ കടക്കാരൻ നോക്കി വെച്ചോ, അങ്ങ് സാക്ഷിപ്പെട്ടിയിലെ ഒപ്പിടിപ്പിക്കും. നമുക്ക് നടന്നു നോക്കിയാലോ? നമുക്ക് SHOയുടെ കൂടെ നടന്നു നോക്കിയാലോ? SHO തിരക്കുണ്ടോ? അല്ല, ഈ പോലീസ് സംവിധാനം വളരെ ശക്തമായി നീങ്ങുന്നു എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. ഇവിടെ എല്ലാം കിടക്കുക. ഞങ്ങളിവിടെ ഓൾറെഡി തന്നെ ഇപ്പം ഇവിടെ വരുന്ന ആളുകൾക്ക് കോട്ടപ്പറ്റി അടിച്ചാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു ദിവസം 10ഉം 12ഉം ഒക്കെ കോട്ടപ്പറ്റി ഞങ്ങൾ ഇവിടെ അടിക്കുന്നുണ്ടല്ലേ? ഓക്കെ. മാത്രമല്ല എനിക്ക് ഈ റെസിഡൻസുകാർക്കൊക്കെ ഈ റോഡൊക്കെ ഒന്ന് നേരെയാക്കാവുന്നതായിരുന്നു. ഇതെല്ലാം സർക്കാർ മുനിസിപ്പാലിറ്റിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റോഡിൽ പലയിടത്തും വെട്ടമില്ല. ആ പോസ്റ്റുകളൊന്നും നമ്മുടെ റജി മുഹമ്മദ് അങ്ങ് അടിയന്തരമായി ഈ റോഡിൽ ഇവിടെ ഈ CCTV ക്യാമറ ഉണ്ട് എന്നൊരു ബോർഡൊക്കെ ഉണ്ട്. ഇത് പ്രവർത്തിക്കുന്നുണ്ടോ? ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി സഹകരണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ വഴി ഒരു കാര്യം ചെയ്താലോ, ഇവിടത്തേക്കുള്ള ക്യാമറ ഞങ്ങൾ വാങ്ങിച്ചു തന്നാലോ? സാർ വലിയ സന്തോഷം. കാരണം ഇനിയിപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ റോഡൊന്ന് വൃത്തിയാക്കണം. ഇവിടെ വെക്കാനുള്ള CCTV ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ ഒട്ടിക്കാനുള്ള ബോർഡ് നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ ആഴ്ച ഒരു ദിവസം ഞങ്ങളുടെ റിപ്പോർട്ടർ ഇവിടെ ഒന്ന് പരിശോധിക്കും കാര്യങ്ങളൊക്കെ നേരെയാണോ. ഇവിടെ AV ജയശങ്കർ റിപ്പോർട്ടറാണ്. നല്ല റാപ്പോയി പോവാ. ഞാൻ ചുമ്മാ പറഞ്ഞു, നമ്മളെല്ലാവരും അപകടകാരികളെന്നാണ് പറയുന്നത് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് റെസിഡൻസ് അസോസിയേഷൻ മേടിച്ചു കൊടുക്കാം. ഓ അധികമുള്ള. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ആയി, CCTV ആയി, ബോർഡായി. ഇനിയിപ്പോ അങ്ങ് പിന്നെ ഞങ്ങൾക്ക് ഒരു സംഭവം ഉള്ളൂ, ആ കെയിൻ കയ്യിലെടുക്കണം. തീർച്ചയായിട്ടും അത് വേണം. ഒന്നും ചെയ്യണ്ട, കയ്യിലെടുക്കണം. ഞങ്ങൾ സ്കൂൾ ടൈമിലാണ് കൂടുതലായിട്ട് ഈ പ്രദേശത്ത് വരാറ്. ആൾക്കാരുടെ ശല്യം ഉണ്ടോ ഇവിടെ? അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാർ ഒക്കെ ഇവിടെ വന്ന് സ്മോക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അത് നമ്മള് മാറ്റാറുണ്ട്. കോട്ട് പാസ് സാറിനെ കൊണ്ട് പെറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. ഈ റോഡ് നമുക്ക് നേരെയാക്കണ്ടേ? നിങ്ങൾ സ്ട്രോങ് അല്ലേ? പെൺകുട്ടികൾക്കല്ല കാര്യം. സെന്റ് മേരീസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന പള്ളിക്കൂടമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ മുളയിലേ നുള്ളണം. കുറച്ച് ഒത്തിരി താമസിച്ച സംശയം. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആയപ്പോൾ കേരള പോലീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റെയ്ഡൊക്കെ വ്യാപകമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ രാത്രി ഞാൻ കിടന്ന് ആലോചിച്ച് എനിക്ക് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കാര്യം റെയ്ഡിൽ കുറേ എണ്ണത്തിൽ പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റോഡ് നമ്മൾ സൂക്ഷിച്ചോണേ. ഈ റോഡ് കുട്ടികൾ ഈ അടുത്താണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. ഈ അടുത്തുള്ള ഈ സ്കൂളിൽ 7 സ്കൂളല്ലേ ഈ സിറ്റിയിലുള്ള? SHO 7 സ്കൂളല്ലേ? കോളേജ് അത്ര 5 സാർ 5 എല്ലാ സ്കൂളിനെ വരാതെ നമുക്ക് പെട്രോളിംഗ് ഉണ്ടോ ഇപ്പോൾ? ഉണ്ട് സാർ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ കൂള് വെക്കാനൊക്കെ ആൾക്കാർ ഇല്ല സാർ. ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് തന്നെ ഞങ്ങൾ റിസൾട്ട് ആയിട്ട് തന്നെ പിടിക്കും. നടക്കാം നമുക്ക്. അപ്പോൾ ഈ നല്ല ട്രെയിനിങ് ഒക്കെ ഉള്ളതാണല്ലേ? തീർച്ചയായിട്ടും കായിക ട്രെയിനിങ് ഉള്ള ആണല്ലേ? ഓക്കെ. SHO ഇന്ന് കേട്ടോണേ ഇവർ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നു. KSRTC ആണോ? ഇതും KSRTC അല്ലേ? ഓക്കെ. അപ്പൊ എന്തുവാ നിങ്ങളുടെ ഇൻഫർമേഷൻ? ഇവിടെ നമ്മുടെ സാമൂഹ്യത്തിന് പകലും കിടന്ന് ഇത് ലോക്കൽ കക്ഷികളാണോ ദൂരെയുള്ള ആൾക്കാരാണോ? ഇവിടെ നമുക്ക് കണ്ടുപരിചയമില്ലാത്ത കണ്ടുപരിചയമില്ലാത്തവരാ. ഇവന്മാരെ എന്തിനാ ഇവിടെ അടുപ്പിക്കുന്നത്? നിങ്ങൾ ഇനി ചോദിക്കാന്ന്. ഇനി ആ മൗലികാവകാശം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം മൗലികാവകാശം പറഞ്ഞു നമ്മുടെ വീട്ടിനകത്ത് വരെ MDMA ആയി.
ഇനി നമ്മൾ കുറച്ചേരം അവകാശം ഇല്ലായിരുന്നാലും കുഴപ്പമില്ല. ഞാനൊക്കെ വലിയ അവകാശമുള്ള ആളാണ്. പക്ഷേ കേരളത്തിലെ എവിടെ ചെന്നാലും ഏത് സ്കൂളിൽ വരാതെ ചെന്നാലും അവിടെ ഇതുപോലെ എന്തെങ്കിലും വാർത്തകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം അങ്ങ് പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങൾ വളരെ പല പെൺകുഞ്ഞുങ്ങൾ ഇതുവഴി നടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ കാഴ്ച കാണുവാണെങ്കിൽ തന്നെ ഞങ്ങളത് ഇവിടെ പയ്യന്മാർ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ വിരട്ടി വിടും. വരട്ടുമല്ലേ? വിരട്ടി വിടും. അതുപോലെ തന്നെ ഈ നഗരസഭയുടെ ചെടിച്ചട്ടികളിലൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും മൊത്തം നശിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസത്തേക്ക് ഒരു കാണത്തില്ല. നമ്മളിതെല്ലാം നാട്ടുകാരോട് പറഞ്ഞുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വരും. അവന്മാരോട് നിർത്തരുത്. അങ്ങ് ഏത് അസോസിയേഷനാണ്? എന്തോ ഏത് അസോസിയേഷനാണ്? ഞാൻ അല്ല സാർ, ഞാൻ KSRTC ഇൻസ്പെക്ടർ. അത് ഞാൻ ചിരിച്ചാ. അപ്പൊ നിങ്ങൾ സ്ട്രോങ് അസോസിയേഷൻ പറഞ്ഞാലും കുഴപ്പമില്ല, സ്ട്രോങ് ആയി നിൽക്കണം. നിങ്ങളുടെ യൂണിയൻ സമ്മതിക്കരുത് കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. പഴയ ഒരു കപ്പാസിറ്റി ഒക്കെ പോയോ? പ്രായമായില്ലേ? എന്റെ പടം കൂടെ കണ്ടോ, പെരുങ്കുളത്തുള്ള ഞാൻ സൂപ്പർ. ക്ലോസ് ആക്കി കണ്ട്. അപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം ഒരു ഈ കാര്യത്തിൽ? തീരുമാനം പോലീസിൽ വരുന്നുണ്ട് സാർ. കാണാം, സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നമസ്കാരം. നമസ്കാരം. മൂത്രത്തിന്റെ സ്മെല്ല് കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കാൻ പറ്റത്തില്ല. ഈ ഗന്ധം മനസ്സിലാക്കാനുള്ള ടെക്നോളജി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അപാരമായ അതിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ മുണ്ടിന്റെ തുമ്പിലൊക്കെ മൂത്രമായി. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വിരട്ടി വിടുന്നോണ്ട് ധാരാളം ആൾക്കാർ അടയ്ക്കും. അന്നേരം ഇവിടെ തന്നെ മൂത്രമൊഴിച്ചു. ഇവിടെ തന്നെ മൂത്രമൊഴിച്ചു. ഈ ജെല്ലടച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസാണ്, ബഹുമാനം പോലും ഇല്ലല്ലോ. അയ്യോ, അത് ഭയങ്കരമായിട്ട്. അപ്പൊ ഇത് മുനിസിപ്പൽ ചെയർമാൻ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ CCTV വയ്ക്കും, ഇനി നമ്മൾ ബോർഡും വയ്ക്കും. പിന്നെ മാത്രമല്ല ഒരു റെസിഡൻസ് സ്ഥലം വിട്ടോ പുള്ളി ഇവിടെ ഉണ്ട്. പുള്ളിക്കാരൻ സ്ഥലം വിട്ടിട്ടില്ല. പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞു? സ്ട്രീറ്റ് ലൈറ്റ് റെസിഡൻസ് അസോസിയേഷൻ വകയായിട്ടുണ്ടാവും. പൊട്ടിച്ച് കളയും. അത് പോലീസ് SHO ഉണ്ട്. അത് നഗരസഭ ചെടിച്ചട്ടി വെച്ചത് മൊത്തം ഇനി പൊട്ടിക്കുന്നവന്റെ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ CCTV വയ്ക്കും. പൊട്ടിക്കുന്നവനെ പോലീസ് തപ്പും. അവിടെ പോലീസിന്റെ CCTV പോലീസ് സേന അതിശക്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയാതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുക. എല്ലാവരും അല്ലേ? നമുക്കിനി SHO അതിനിടയ്ക്ക് SHO ഒരു കാര്യം പറഞ്ഞാൽ സാറേ, ഞങ്ങളിവിടെ ശക്തമായിട്ട് നടപടിയാണ് സ്വീകരിക്കുന്നത്. അതിന് മഫ്തി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഞാനിവിടെ വിളിച്ചും വരുത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇവിടെ നിൽപ്പുണ്ട്. മഫ്തിയിലുള്ളവരെ കാണിക്കണ്ട. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാനുള്ളല്ലോ, അങ്ങ് എത്ര കൊല്ലം സർവീസിൽ ഇരുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ റോഡ് അങ്ങ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നേരെയാക്കണം. തവണ വരുമ്പോൾ ഇതുപോലെ പരാതികൾ ആരും പറയില്ല സാർ. ഇല്ലല്ലോ? ഇല്ല, ഉറപ്പാണ്. അങ്ങയുടെ ആ മഹാമനസ്കതയ്ക്ക് നന്ദി. നമുക്ക് ഇനി കാണാം. അപ്പോൾ നമുക്കൊരു വാർത്ത ചെയ്യും. അപ്പോൾ അങ്ങയുടെ ജോലിയിലേക്ക് ഇറങ്ങിക്കോ. കാര്യം ഭയങ്കര പണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഏതോരുത്തരും തപ്പം പോവില്ലേ, നടക്കട്ടെ. അപ്പം